ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പനിൽ പൂൾ വരാനിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു ഭാഗം ഞാൻ പറയുന്നത് നമ്മുടെ ചിറകടിക്ക് മാസ, അതായത് ചെമ്പനീർ പൂവിൻ്റെ തമിഴ് റീമേക്കായ ചിറകടിക്ക് മാസയിലെ ഭാഗമാണ് കേട്ടോ. എന്തായാലും ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നിരിക്കുന്നത് ചിറകടിക്ക് മാസയിലെ ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ പൊങ്കൽ സ്പെഷ്യൽ എപ്പിസോഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗത്തിലാണിത്. ശ്രുതിയുടെ ഇളയച്ചനൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഇവർ ഫാമിലി ആയിട്ടൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു പ്രൊമോയിൽ കണ്ടാണല്ലോ, കൈകൾ കോർത്ത് പിടിച്ച ഒരു ഹാർട്ടിൻ്റെ ചിഹ്നത്തിൽ. ആ ഒരു ഭാഗത്തിന് ശേഷം എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോയെക്കുറിച്ചുള്ള ഓരോ ചർച്ചകളൊക്കെ നടത്തുകയാണ്. ശ്രുതിയാണെങ്കിൽ ഫോട്ടോയിൽ എന്നെ കാണും ഒരു ഡ്രസ്സും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, നിന്റെ മോന്ത എങ്ങനെയാണ്, അത് തന്നെയാണ് ഫോട്ടോയിൽ വരുള്ളൂ, അല്ലാതെ ഫോട്ടോയുടെ കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിനെ കളിയാക്കി സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്താണ് ഇളയച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവരുടെ സംസാരത്തിനിടയിൽ നമ്മുടെ ശ്രുതി ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇളയച്ചൻ പറയൂ, അതെ അതെന്താ മോൻ ജോലിക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അങ്കിൾ ഞാൻ ഒരുപാട് പഠിച്ചാണ്, ഞാനിപ്പോൾ ആരെങ്കിലും ജോലി നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ കഴിവുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എന്നെ പറയുകയാണ് ശ്രുതി. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ബീരാനിക്ക തന്നെ ചിന്തിക്കുകയാണ്, ഇതൊരു ഷൂട്ടിംഗ് അല്ലേ, ഇവരൊക്കെ സ്വന്തമായിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളെ പുകഴ്ത്തി പറയുന്നത്, അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയാം, ഇനി ഇതെങ്ങാനും കണ്ടിട്ട് ജോഷി സാറിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ സിനിമയിലേക്ക് എനിക്ക് വേഗം കയറാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് നടക്കുന്ന ഒരു ചരിത്രം തന്നെയുണ്ട്. കാരണം ബീരാനിക്കയുടെ കയ്യിൽ നിന്ന് തന്നെ കുറേ കഥകളങ്ങ് ഇറക്കുകയാണ്. അതായത് ശ്രുതിയുടെ അച്ഛൻ വലിയൊരു പണക്കാരനാണെന്നും വീട്ടിൽ സ്വന്തമായിട്ട് ATM മെഷീൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി കേട്ടോ. അതിനുശേഷം ബീരാനിക്ക പറയാണ്, ശ്രുതിമോൾക്ക് സ്വന്തം അച്ഛനോട് ഇത്രയും ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, ശ്രുതിമോളുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് ഒരു ചെറുപ്പക്കാരി പെണ്ണിൻ്റെ കൂടെ പോയവനാണ് ശ്രുതിമോളുടെ അച്ഛൻ. ഈ ഒരു സമയത്ത് അച്ഛാമ്മ ചോദിക്കും, എന്തിനാ അദ്ദേഹം ഒരു പെണ്ണിനെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഇതെല്ലാം മറിഞ്ഞ് നെഞ്ചു പൊട്ടി ശ്രുതിമോളുടെ അമ്മ മരിച്ചു പോയത് എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ ബീരാനിക്ക പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ശ്രുതിയുടെ അമ്മ വിളിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അപ്പം തന്നെ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. സംസാരത്തിനിടയിൽ ശ്രുതി അമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഓക്കെ ആണല്ലോ, ആരോഗ്യത്തിലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ബീരാനിക്ക വീണ്ടും ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ മരിച്ചു പോയതിന് കാരണം അച്ഛനാണ്, അച്ഛൻ അത്രയ്ക്ക് നീചമായിട്ടാണ് അമ്മയോട് പെരുമാറിയത്, സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു, ശ്രുതിമോൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, അമ്മ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം അടക്കാനാകുന്നില്ല കേട്ടോ. വേഗം ശ്രുതി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ, എൻ്റെ അമ്മ മരിച്ചിട്ടില്ല, എൻ്റെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടി തന്നെ ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ അയ്യോടാനായി പോകുന്നുണ്ട്. കാരണം ദേഷ്യത്തിൻ്റെ പുറത്ത് സത്യമാണ് പറഞ്ഞതെങ്കിലും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അമ്മ മരിച്ചുപോയി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി വേഗം തന്നെ പറയുന്നുണ്ട്, അല്ല അങ്കിള് പറഞ്ഞതുപോലെ അമ്മ മരിച്ചതാണെങ്കിലും പക്ഷേ അമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, അങ്കിൾ പ്ലീസ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമുക്ക് നിർത്താമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, ശ്രുതിയുടെ ഇളയച്ച മതി, മോക്കാകെ സങ്കടമായി, മോക്ക് എന്താ അമ്മ നഷ്ടപ്പെട്ടാണ്ട് അമ്മയുടെ സ്ഥാനത്ത് നോക്കാൻ ഞാനുണ്ടല്ലോ, അവൾക്കത് വളരെയധികം സന്തോഷമാണെന്നൊക്കെ പറയുകയാണ്. എന്നിരുന്നാലും ബീരാനിക്കയുടെ സംസാരവും ശ്രുതിയുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോഴത്തേക്കും സച്ചിക്കും ദേവതയ്ക്കും കൂടെ മഹേഷിനും ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം അറിയാതെയാണെങ്കിൽ സ്വന്തം അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം ശ്രുതിയുടെ വായിൽ നിന്ന് അറിയുന്ന ഒരു എപ്പിസോഡ് നമുക്ക് വരാനിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം വലിയ താമസമില്ലാതെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.